പോയി എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് വന്നാൽ എൻ്റെ കുടുംബം പുലർത്താൻ പറ്റുള്ളൂ എന്ന് പറയുന്ന സാധാരണക്കാരനായിട്ടുണ്ടായിരുന്ന ഒരാൾ അത്യാവശ്യം കൊള്ളാവുന്ന രീതിയിലൊന്നും മെച്ചപ്പെട്ടു വന്നപ്പോഴത്തേക്കും ഒരുപാട് ആൾക്കാരിലുണ്ടാകുന്ന ഒരു കണ്ണിക്കടി, ഒരു കണ്ണിക്കടി അങ്ങനെയുള്ള സാധനങ്ങളുടെ പ്രതിഫലനമാണ് കണ്ടുകൊണ്ടിരിക്കുന്ന ഈ എതിർപ്പും അലമ്പും വഴക്കും ഒക്കെ. അല്ലാണ്ട് വേറൊന്നുമല്ല, ഇത്രയുള്ളതേ കാര്യം. പിന്നെ അന്നേരപ്പോഴത്തേക്കും കുറച്ച് പേര് പറയും, ഇപ്പം പുള്ളി പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളൊക്കെ കേട്ട് കാണുമായിരിക്കും. പറയുന്ന സർക്കാർ ഓഫീസിലുള്ള അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഒന്നും എങ്ങും ഈ പറയുന്ന താഴേക്കടയിലുള്ളവരൊന്നും മെയിൻ സ്ഥാനങ്ങൾ വഹിക്കുന്നില്ല എന്നുള്ള രീതിയിൽ പുള്ളി പറയുന്നുണ്ട്. ഒരു തരത്തിൽ പറഞ്ഞാൽ അത് സത്യസന്ധമായിട്ടുള്ള കാര്യമാണല്ലോ. കമ്പയർ ചെയ്ത് കമ്പാരിറ്റീവ്ലി എവിടെ നോക്കിക്കഴിഞ്ഞാലും അതൊരു സത്യമാണെന്നേ പറയാൻ പറ്റുള്ളൂ. പിന്നെ അന്നേരം കുറച്ച് പേര് വരും. നമ്മുടെ രാഷ്ട്രപതി ആയിരുന്ന കെ.ആർ. നാരായണൻ ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ എന്താ പറയുക, അംബേദ്കർ ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പേര് ഇങ്ങനെ തള്ളിക്കൊണ്ട് വരും. ഒരു കാര്യമില്ല, ചുമ്മാ.